ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ കൺസെപ്ഷ്യൽ മോഡൽസ് ഓർ തിയറീസ് ഇൻ നഴ്സിംഗ്. അതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. അപ്പം ഇതിനകത്ത് എന്താ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറീസ് ആണ്. മനസ്സിലായോ? തിയറീസ് എന്തിനാണ് നമ്മൾ ഈ നഴ്സിംഗിൽ എന്തിനാണ് ഒത്തിരി തിയറീസ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ തിയറീസ് എല്ലാം തന്നെ ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന തിയറീസ് ആണ്. അപ്പോൾ നമ്മളിത് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പേഷ്യൻസ് എപ്പോഴും അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം സിംറ്റമറ്റോളജിയിലും ഒക്കെ പഠിച്ച് ഏതൊക്കെ തരത്തിലുള്ള അബ്നോർമൽ ബിഹേവിയറാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ സൈക്കാട്രിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ തിയറീസ് റിലേറ്റഡ് ടു ബിഹേവിയർ പഠിച്ചിരുന്നാൽ മാത്രമേ ഒരു സൈക്കാട്രിക് നഴ്സിന് അല്ലെങ്കിൽ ബിഹേവിയർ അബ്നോർമാലിറ്റി കാണിക്കുന്ന ഒരു പേഷ്യന് നല്ലപോലെ ഇഫക്റ്റീവായിട്ട് കെയർ കൊടുക്കണമെങ്കിലും അവരുടെ അബ്നോർമാലിറ്റീസ് ഇൻ ബിഹേവിയർ കണ്ടുപിടിക്കുന്നതിന് അതിൻ്റെ കാരണം എന്താണ്, അത് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇഫക്റ്റീവ് നഴ്സിംഗ് കെയർ കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ വെൽഫെയർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും ഈ പറയുന്ന തിയറീസൊക്കെ നഴ്സസ് അറിഞ്ഞിരിക്കണം. അതായത് ബിഹേവിയർ ബേസ്ഡ് ഓൺ തിയറീസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ കൺസെപ്ഷ്യൽ മോഡൽസ് ഓർ തിയറീസ് ഇൻ നഴ്സിംഗ് പഠിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കൺസെപ്ഷ്യൽ മോഡൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എന്നാണ് അർത്ഥം, അല്ലേ? കൺസെപ്ഷൻ മോഡൽസ് ഓർ തിയറീസ് ഇൻ നഴ്സിംഗ് അത് പഠിക്കുന്നതിന് ഒരു പ്രത്യേകത, ഒരു ഇമ്പോർട്ടൻ്റ് കൊണ്ടുണ്ട്. നമ്മൾ ഓരോ നഴ്സും എന്തൊക്കെ റോളാണ്, എങ്ങനെയാണ് അവരുടെ റോൾ ഇഫക്റ്റീവായിട്ട് ഒരു സൈക്കാട്രിക് പേഷ്യൻസിന് അപ്ലൈ ചെയ്യണമെന്ന് ഉള്ളതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവെയർനെസ് അബൌട്ട് ഡിഫറെൻറ്റ് തിയറീസ് ഇൻ നഴ്സിംഗ് വിച്ച് ആർ റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, അപ്പം ഈ കൺസെപ്ഷ്യൽ മോഡൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് എ മോഡൽ എന്ന് പറഞ്ഞാൽ അതിന് തിയറി എന്നും അർത്ഥമുണ്ട്. സോ കൺസെപ്ഷൻ മോഡൽ ഓർഗനൈസേഴ്സ് കോംപ്ലക്സ് മോഡൽ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു കൺസെപ്ഷൻ മോഡൽ, ഒരു ഐഡിയ അല്ലെങ്കിൽ കൺസെപ്റ്റ് അത് വളരെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റിനെ അതിനെ പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് അത് മനുഷ്യന് ആപ്ലിക്കബിൾ ആകുന്ന രീതിയിലാക്കുന്നതിനാണ് നമ്മൾ കൺസെപ്ഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഓർഗനൈസസ് കോംപ്ലക്സ് ബോഡി ഓഫ് നോളജ് എന്ന് നമുക്ക് പറയാം. കൺസെപ്ഷ്യൽ മോഡൽ ഓർഗനൈസസ് കോംപ്ലക്സ് ബോഡി ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോൺസെപ്റ്റിനെ ഓർഗനൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ കൺസെപ്ഷ്യൽ മോഡൽ ഓർ തിയറി എന്ന് പറയുന്നത്. ഇപ്പം തന്നെയാണെങ്കിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ കണക്ക് പഠിക്കുമ്പോഴും സയൻസ് പഠിക്കുമ്പോഴും ഒക്കെ ഡിഫറെൻറ്റ് തിയറീസ് പഠിച്ചിട്ടുണ്ട്. ആ തിയറി വെച്ചാണ് പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ ഒരു തിയറി അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. കാര്യം അത് ബ്രോഡായിട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റിനെ അറേഞ്ച് ചെയ്ത് പ്രോപ്പർലി കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ മോഡൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് കൺസെപ്ഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പം ദർ ആർ മെനി തിയറീസ് വിച്ച് എക്സ്പ്ലെയിൻ ബിഹേവിയർ, ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഇൽനെസ്. അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ, ഹെൽത്ത്, മെൻ്റൽ ഇൽനെസ് ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരുപാട് തിയറീസ് പലരും കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഈ പറയുന്ന ഡിഫറെൻറ്റ് കൺസെപ്ഷ്യൽ മോഡൽസ് അല്ലെങ്കിൽ തിയറി എല്ലാം കൂടെ ലിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്യുമ്പോഴാണ് വേരിയസ് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ചെറിയ ചെറിയ തിയറി എല്ലാം കൂടെ കണക്ട് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്യുമ്പം അത് ഒന്നിൻ്റെ പരിസമാപ്തിയായിട്ട് വേറൊന്നുണ്ടാകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറേ കൂടെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. പിന്നെ വൺ തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ഹോൾ ഹ്യൂമൻ ബിഹേവിയർ. അതായത് ഒരു തിയറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡൽ കണ്ടുപിടിച്ചാൽ അതെല്ലാ ഹ്യൂമൻ ബിഹേവിയറിനും ആപ്ലിക്കബിൾ ആകണമെന്നില്ല. മനസ്സിലായോ? തന്നെയല്ല, വൺ അപ്രോച്ച് വിൽ നോട്ട് വർക്ക് വിത്ത് ഓൾ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിയുമായി മനസ്സിൽ വെച്ചുകൊണ്ട് അതുമായിട്ട് ഒരു പേഷ്യൻ്റ് എടുത്ത് പോയാൽ അതേ തിയറി തന്നെ വേറൊരു പേഷ്യൻ്റ് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. കാരണം ഹ്യൂമൻ ബീയിങ്സ് ആർ യുണീക്ക് പേഴ്സൺസ്. അതായത് ഒരാളെ പോലെ അല്ല മറ്റൊരാൾ, അവരെല്ലാം വ്യത്യസ്തരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വ്യക്തികളുടെ ബിഹേവിയർ മാറിയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു തിയറിയും കൊണ്ട് വേറൊരു പേഷ്യൻ്റെ അടുത്ത് നമുക്ക് പോയാൽ അതവിടെ ഇംപ്ലിമെൻറ്റഡ് ആകണമെന്നില്ല, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇഫക്റ്റീവ് ആകണമെന്നുമില്ല. അപ്പം എന്താണ് നേഴ്സിനെ സംബന്ധിച്ച് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഷീ ഷുഡ് നോ ദ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് ഫെമിലിയാരിറ്റി വിത്ത് എ വെറൈറ്റി ഓഫ് സൈക്കോസോഷ്യൽ അപ്രോച്ച് ഈസ് എസെൻഷ്യൽ
ഓൺ ദ പാർട്ട് ഓഫ് ദി നേഴ്സ് ഇൻ പ്രൊമോട്ടിംഗ് പേഷ്യൻസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അതായത് ഒരു പേഷ്യൻ്റെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നേഴ്സിന് ഡിഫറെൻറ്റ് തിയറി ഓഫ് ബിഹേവിയറിനെ പറ്റി അവയർനെസ് ഉണ്ടാകണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അറിയണം. അപ്പോൾ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഫെമിലിയർ ആകണം, ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ഈ കൺസെപ്ച്വൽ മോഡൽസ് ഓർ തിയറീസ് ഇൻ നഴ്സിംഗ് എന്നുള്ള കാര്യം പഠിക്കാൻ്റെ അത്യാവശ്യം വരുന്ന അവിടെയാണ്. തന്നെയല്ല, അതറിഞ്ഞാൽ മാത്രമേ നേഴ്സിൻ്റെ റോള് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റൂ. എന്തിന്? ടു മേക്ക് ദ പേഷ്യൻസ് ഹെൽത്ത്, to maintain the health of the individual, to prevent illness or to give rehabilitation to the patient. ഇതിനെല്ലാം നമുക്ക് ഈ പറയുന്ന തിയറിയുടെ അവയർനെസ് വേണം. അപ്പം നമ്മൾ അറിയേണ്ടത് ഒരു തിയറി കൊണ്ടുപോയാൽ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകത്തില്ല. ഓരോ പേഷ്യൻറ്റിനും ഓരോ തരം തിയറിയുടെ ആപ്ലിക്കേഷൻ ആയിരിക്കും വേണ്ടത്. പിന്നെ തന്നെയല്ല, ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഫറെൻറ്റ് അവയർനെസ് അല്ലെങ്കിൽ അവയർനെസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് തിയറി ഈസ് എസെൻഷ്യൽ ടു അപ്ലൈ ടു ഡിഫറെൻറ്റ് പേഷ്യൻസ് so that the patient's disease can be cured or his health can be maintained. അപ്പം ഇനിയും അതായത് ഈ പറയുന്ന കൺസെപ്ഷൻ മോഡൽസ് ആപ്ലിക്കബിൾ ടു നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, നേഴ്സ് എന്നല്ല, നേഴ്സിംഗ് ഒന്ന് സൈക്കോ അനാലിറ്റിക് മോഡൽ, ബിഹേവിയറൽ മോഡൽ, ഇൻ്റർപേഴ്സണൽ മോഡൽ, സൈക്കോ സോഷ്യൽ മോഡൽ. ഈ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരുപാട് തിയറീസ് ഉണ്ട്. അത് ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ തിയറീസ് ഡോക്ടേഴ്സിനും നേഴ്സസിനും ഒക്കെ വളരെയധികം അപ്ലൈ ചെയ്യേണ്ട തിയറീസാണ്. പക്ഷേ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ BSc നഴ്സസിന് ഇപ്പം 4 തിയറിയെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതാണ് സൈക്കോ അനലിറ്റിക് മോഡൽ, ബിഹേവിയറൽ മോഡൽ, ഇൻ്റർപേഴ്സണൽ മോഡൽ ആൻഡ് സൈക്കോ സോഷ്യൽ മോഡൽ. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കണം. ഓക്കെ, അതായത് ഇനി ആദ്യത്തേത് നമുക്ക് സൈക്കോ അനലിറ്റിക്കൽ മോഡൽ നോക്കാം. ഈ സൈക്കോ അനലിറ്റിക്കൽ മോഡലിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് ആദ്യത്തെ മോഡലാണ് സൈക്കോ അനലിറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇത് ഒറിജിനലി ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. അതായത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഹീസ് നോൺ ആസ് ദി, നമ്മൾ എവിടെ സൈക്കോളജി ഫസ്റ്റ് ഇയർ സൈക്കോളജി പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് പിന്നെ മൈൻഡിനെ ഡിവൈഡ് ചെയ്ത് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞതും പിന്നെ ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ ഡിവൈഡ് ചെയ്തിട്ട് ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെ പല തലങ്ങളുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ ഫ്രോയിഡാണ്. അദ്ദേഹമാണ് ഇവിടെയും ആദ്യമേ സൈക്കോ അനാലിറ്റിക്കൽ മോഡൽ ഉണ്ടാക്കുന്നത്. സൈക്കോ അനാലിറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയത് കൊണ്ടാകാം ഫ്രോയിഡിനെ ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. ഹീസ് നോട്ട് ദ ഫാദർ ഓഫ് സൈക്യാട്രി ഓർ സൈക്കോളജി, ബട്ട് ഹീസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഈ തിയറിയും അതിൻ്റെ പ്രക്രിയകളും ഒക്കെ പല കാര്യത്തിലും സൈക്യാട്രിയിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ടും ഉപയോഗിക്കാൻ ഈ പറയുന്ന ഒരു പ്രത്യേക തിയറി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം we can say that psychoanalysis model is originally derived by Sigmund Freud and his followers, and so Freud is known as the father of psychoanalysis. പിന്നെ തന്നെയല്ല, ഈ ഫ്രോയിഡ്സ് മോഡൽ വാസ് ദ ഫസ്റ്റ് വൺ ടു റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ കോസിങ് മെൻ്റൽ ഇൽനെസ്. അതായത് ഫ്രോയിഡിൻ്റെ ഈ മോഡലാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങൾക്ക് മനോരോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകാം എന്ന് കണ്ടുപിടിച്ചതും ഈ പറയുന്ന സൈക്കോ അനാലിറ്റിക്കൽ മോഡലിൽ നിന്നുള്ളതാണ്. പിന്നെ that is what first model which recognized the psychological factors as a cause of mental illness. അതായത് മാനസിക രോഗങ്ങൾക്ക് കാരണമായിട്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരു കാരണമാകാമെന്ന് കണ്ടുപിടിച്ചതും ഈ പറയുന്ന സൈക്കോ അനാലിസിസ് മോഡലിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഫ്രോയിഡ് ഹാസ് സം ബേസിക് അസംഷൻസ് ഫോർ ദിസ് തിയറി. അതായത് അദ്ദേഹം ഈ തിയറി ഉണ്ടാക്കുന്നതിന് ചില ബേസിക് അസംഷൻസിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ സൈക്കോ അനാലിസിസ് തിയറി ഉണ്ടാക്കിയത്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നും നോക്കാം. അതായത് ഫ്രോയിഡ് ഹാസ് ഗോട്ട് സം ബേസിക് അസംഷൻസ് ഫോർ ദിസ് തിയറി എന്ന് പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ ലെറ്റ് us see what are the basic assumptions of psychoanalytic theory. First one is all human behavior is caused.
എന്ന് പറഞ്ഞാൽ ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോസ്ഡ് ആൻഡ് ദസ് കേപ്പബിൾ ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഓരോ ബിഹേവിയറും, അത് പേഷ്യൻ്റ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റത്തിൻ്റെ പുറകിലൊരു കാരണമുണ്ടാകും. ആ കാരണം എന്താണെന്ന് വിശദീകരിക്കാനും കഴിയണം എന്നാണ് ആദ്യത്തെ അസംഷൻ. അതായത് ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോസ്ഡ് ആൻഡ് ദസ് കേപ്പബിൾ ഓഫ് എക്സ്പ്ലനേഷൻ. അതായത് ഓരോ പെരുമാറ്റത്തിൻ്റെ പുറകിലും എന്തെങ്കിലും കാരണം ഉണ്ടാകണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാകണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയാം ഡ്രീംസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ. അതായത് ആ വ്യക്തിക്ക് ആർട്ടിസ്റ്റിക്കായിട്ട് പലതും ചെയ്യാനുള്ള കഴിവുണ്ട്, പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, ക്ലേ മോഡലിംഗ് അറിയാം, അല്ലെങ്കിൽ നന്നായിട്ട് എൻ്റെ പേഴ്സണാലിറ്റി ഉപയോഗിച്ച് പല കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഈവൻ സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം എന്താണ് ഈ സ്ലിപ്പ് ഓഫ് ദി ടങ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാക്ക് പിഴച്ച് ഒരു വേർഡ് പറയുന്നതിന് പകരം വേറൊരു വേർഡ് പറയുകയൊക്കെ സംഭവിക്കാറില്ലേ? അപ്പം നമ്മൾ പറയത്തില്ലേ ഇറ്റ്സ് എ സ്ലിപ്പ് ഓഫ് ദി ടങ് എന്ന്. പറയേണ്ട കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നാക്കിൽ കൂടെ വെളിയിലേക്ക് സംഭാഷണത്തിൻ്റെ ഇടയിൽ വരുന്നത്. അപ്പോൾ അതിന് സ്ലിപ്പ് ഓഫ് ദി ടങ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അതിൻ്റെ പുറകിൽ കാരണമുണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. So he is giving example that the dreams of an individual, artistic creation and even slip of the tongue, all such human behavior is determined by previous life events. അതായത് ഓരോ വ്യക്തിയുടെ പ്രീവിയസ് ലൈഫ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ വ്യക്തിയുടെയും പെരുമാറ്റങ്ങൾ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എന്ത് പെരുമാറ്റമായാലും ഒരു വ്യക്തിയുടെ ഏത് പെരുമാറ്റമാണേലും അതിന് കാരണമുണ്ട്, അത് എക്സ്പ്ലെയിനബിൾ ആകണം എന്നാണ് ഒരു ബേസിക് അസംഷൻ. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, അതായത് ഡ്രീംസ് ആയാലും ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈവൻ സ്ലിപ്പ് ഓഫ് ദി ടങ്, ഇങ്ങനെയുള്ള ഏത് പെരുമാറ്റങ്ങളിനും പുറകിലൊരു കാരണമുണ്ട്, അതിന് കാരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസംഷൻ. ദെൻ സെക്കൻഡ് അസംഷൻ ഈസ് ഓൾ ഹ്യൂമൻ എനർജി എന്നല്ല, അവിടെ ബിഹേവിയർ എന്ന് വായിക്കണം. ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഡ്രിവൺ ബൈ ആൻ എനർജി കോൾഡ് ലിബിഡോ. എന്നുവെച്ചാൽ ഈ ലിബിഡോ എന്ന് പറയുന്ന ഒരു എനർജി ഹ്യൂമൻ ബീയിങ്സിലുണ്ട്. ആ എനർജിയാണ് ഓരോ വ്യക്തിയുടെയും ഹ്യൂമൻ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് അസംഷൻ. അതായത് ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഡ്രിവൺ ബൈ ആൻ എനർജി കോൾഡ് ലിബിഡോ. ലിബിഡോയ്ക്ക് വേറൊരു വേർഡുണ്ട്, നമ്മൾ ഒരു പക്ഷേ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചു കാണും. ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെക്ഷുവൽ എനർജി. ആൻഡ് ഇറ്റ് ഈസ് the goal of this energy is റിഡക്ഷൻ ഓഫ് ടെൻഷൻ ത്രൂ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്ലഷർ. അതായത് ഈ എനർജിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ടെൻഷൻ റിലീസ് ചെയ്ത് കളയുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്ലഷർ സീക്കിംഗ് എക്സ്പീരിയൻസിൽ കൂടെ ആണ് അത് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിലെ ടെൻഷൻ റിലീവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സെക്കൻഡ് അസംഷനിൽ പറയുന്നത് ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് ഈസ് ഡ്രിവൺ ബൈ ആൻ എനർജി കോൾഡ് ലിബിഡോ, the goal of which is reduction of tension through attachment of pleasures. അതായത് ഓരോ വ്യക്തിയിലും ഉള്ള അതായത് ജനിക്കുമ്പം തൊട്ട് അങ്ങ് ഓൾഡ് ഏജ് വരെയുള്ള അയാളുടെ ജീവിതത്തിലെ എല്ലാ ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പ്രത്യേക എനർജിയാണ്. ആ എനർജിയെ ലിബിഡോ എന്നാണ് പറയുന്നത്. ഈ ലിബിഡോയുടെ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ റിഡക്ഷൻ ഓഫ് ടെൻഷൻ ഇൻ ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലഷർ സീക്കിംഗ് ഇൻസിഡൻസ്. ഈ പ്ലഷർ സീക്കിംഗ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിബിഡോ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഫിസിയോളജിക്കൽ ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ് സച്ച് ആസ് ഹങ്കർ, തേഴ്സ്റ്റ്, എലിമിനേഷൻ ആൻഡ് സെക്സ്. ഈ പറയുന്ന ടെൻഷൻ റിലീവ് ചെയ്യണമെങ്കിൽ ലിബിഡോയുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചില ഫിസിയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് ജൈവപരമായിട്ടുള്ള ചില ഉൾപ്രേരണകൾ ഓരോ വ്യക്തിക്കും ഉണ്ട്. എക്സാമ്പിൾ ഹങ്കർ, തേഴ്സ്, എലിമിനേഷൻ, സെക്സ്. ഇതൊക്കെ ഓരോ വ്യക്തിയുടെയും ഉൾപ്രേരണകളാണ്, ജന്മന ഉള്ള ഉൾപ്രേരണകളാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ലിബിഡോ എപ്പോഴും എക്സിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലിബിഡോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലെ ടെൻഷൻ റിലീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി ആ വ്യക്തി പ്ലഷർ സീക്കിംഗ് ബിഹേവിയേഴ്സാണ് കണ്ടുപിടിക്കുന്നത്. പ്രഷർ സീക്കിംഗ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ജന്മന ഉള്ള ചില ഉൾപ്രേരണകളാണ്. എക്സാമ്പിൾ വിശപ്പുണ്ടാകുമ്പം കഴിക്കുക, അതുപോലെ തന്നെ തേഴ്സ്റ്റ്, ദാഹം ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരും നോക്കാതെ വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിച്ച് കുടിക്കാറുണ്ട്. അതുപോലെ എലിമിനേഷൻ, ഇപ്പം നമുക്ക് യൂറിൻ എലിമിനേഷൻ ആയാലും അല്ലാതെ ഫീക്കൽ എലിമിനേഷൻ ആയാലും നമുക്കത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ വളരെ നമുക്ക് ടെൻഷൻ ഉണ്ടാകും, ഡിസ്കംഫർട്ട് ഉണ്ടാകും.
അല്ലേ? ആ സമയത്ത് അത് റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിൻ്റെ ടെൻഷൻ മാറുകയും അയാൾക്ക് ഒരു പ്ലഷർ സീക്കിംഗ് ഇൻസിഡൻ്റ് ആയിട്ട് അതിനെ തോന്നുകയും ചെയ്യും. അപ്പോൾ അതാണ് ഫ്രോയിഡിൻ്റെ വേറൊരു അസംഷൻ. അതായത് ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് ഈസ് ഡ്രിവൺ ബൈ ആൻ എനർജി കോൾഡ് ലിബിഡോ, ദ ഗോൾ ഓഫ് വിച്ച് ഈസ് റിഡക്ഷൻ ഓഫ് ടെൻഷൻ ത്രൂ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്ലഷേഴ്സ്. ഓക്കെ. പിന്നെ അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ലിബിഡോ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഫിസിയോളജിക്കൽ ഓർ ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ് സച്ച് ആസ് ഹ്യൂമൻ ഹങ്കർ, തേഴ്സ്റ്റ്, എലിമിനേഷൻ ആൻഡ് സെക്സ്. Then release of these drives result in the reduction of tension and experience of pleasure. അതാണ് അപ്പം hence pleasure principles becomes operative when the pleasure seeking behaviors are used. ഓക്കെ, അപ്പോൾ അത്രയാണ് സെക്കൻഡ് അസംഷനിൽ പറയുന്നത്. ഇനിയും ഫ്രോയിഡിൻ്റെ മൂന്നാമത്തെ അസംഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഹ്യൂമൻ ബീയിങ്സ് can be understood by way of 3 hypothetical structures: id, ego and super ego. അതായത് ഇപ്പോൾ നമ്മളതും പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ പേഴ്സണാലിറ്റി ഹാസ് ഗോട്ട് 3 ഹൈപ്പോത്തിക്കൽ സ്ട്രക്ചേഴ്സ്: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അങ്ങനെ 3 എണ്ണം ഉണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അത് ഈവൻ നമ്മൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് പറയുന്നതാണെങ്കിൽ പോലും അത് പറയുന്നത് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന 3 സ്ട്രക്ചേഴ്സ് ഒരു പേഴ്സണാലിറ്റിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇഡ് എന്ന് പറഞ്ഞാൽ ഇഡ് റെപ്രസെൻറ്റ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. മോസ്റ്റ് പ്രിമിറ്റീവ് സ്ട്രക്ചറാണ് ഇഡ് എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള സ്ട്രക്ചറാണ് ഇഡ്. ഹ്യൂമൻ ബിഹേവിയർ ഒറിജിനേറ്റിംഗ് ഫ്രം ഇഡ് ഈസ് ഇമ്പൾസീവ്, പ്ലഷർ ഓറിയൻറ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് വിത്ത് റിയാലിറ്റി. അതായത് ഈ പറയുന്ന ഇഡിൽ നിന്ന് വരുന്ന ഹ്യൂമൻ ബിഹേവിയർ ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ഇറ്റ് ഈസ് ഇമ്പൾസീവ്, അതായത് പെട്ടെന്ന് പ്രേരണ കൊണ്ടുണ്ടാകുന്നതാണ്, തന്നെത്താനെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അതിന് ഇമ്പൾസീവ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേക പ്രേരണയൊന്നും വേണ്ട. പിന്നെ പ്ലഷർ ഓറിയൻറ്റഡ് ആണ്. അത് ആ ഒരു ഇഡ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്ലഷർ ഉണ്ടാകും. പിന്നെ നോട്ട് കണക്റ്റഡ് വിത്ത് റിയാലിറ്റി. അപ്പോൾ അതാണ് ഇഡ്. സെക്കൻഡ് വൺ ഈഗോ ആണ്. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അൺലൈക്ക് ഇഡ്, ഈഗോ ഈസ് കേപ്പബിൾ ഓഫ് പോസ്റ്റ്പോണ്ടിങ് പ്ലഷർ അൻറ്റിൽ അപ്രോപ്രിയേറ്റ് ടൈം, പ്ലാൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അവൈലബിൾ. അതായത് ഇഡെന്ന് പറയുന്ന പരിസരബോധം ഇല്ലാതെ അതിന് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈഗോ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് കുറച്ചുകൂടെ മാന്യതയുള്ള ഒരു പാർട്ടാണ്. അതായത് അൺലൈക്ക് ഇഡ്, അതായത് ഇഡിനെ പോലെ അല്ല, ഈഗോ ഈസ് കേപ്പബിൾ ഓഫ് പോസ്റ്റ്പോണ്ടിങ് പ്ലഷർ അൻറ്റിൽ അപ്രോപ്രിയേറ്റ് ടൈം, പ്ലാൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അവൈലബിൾ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വളരെ ചെറുപ്പത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ചുറ്റും ആരും നിൽക്കുന്നതെന്നൊന്നും നോക്കാറില്ല. അവർ വേഗം പോയി നിക്കറഴിച്ചിട്ട് അങ്ങ് മൂത്രം പാസ് ചെയ്യും. ചുറ്റും ആരൊക്കെ അതൊക്കെ കാണുന്നോ എന്നൊന്നും നോക്കാറില്ല. പക്ഷേ ഈ പറയുന്ന ഈഗോ അങ്ങനെയല്ല. കുറേ കൂടെ ഇത് റീസണബിൾ ആണ്. എൻ്റെ ആവശ്യം അതാണെങ്കിൽ പോലും കുറച്ച് നേരത്തേക്ക് നമുക്കത് മാറ്റി വെക്കാം. ഒരു നല്ല സിറ്റുവേഷൻ, അതിന് അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യം സിറ്റുവേഷൻ വരുമ്പോൾ അത് ചെയ്താൽ മതി, അല്ലെ എൻ്റെ ആഗ്രഹം അന്നേരം മീറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഈഗോ. അപ്പോൾ ഈഗോയ്ക്ക് ഇതിനെ പോലെ അല്ല, ഈഗോ ഈസ് കേപ്പബിൾ ഓഫ് പോസ്റ്റ്പോണ്ടിങ് പ്ലഷർ അൺടിൽ അപ്രോപ്രിയേറ്റ് ടൈം, പ്ലാൻ ഓർ ഒബ്ജക്റ്റ് ഈസ് അവൈലബിൾ. മനസ്സിലായി? ഇനി അവസാനത്തതാണ്. പിന്നെ ഈഗോയ്ക്ക് ഒരു പ്രത്യേകതകളുണ്ട്. ഈഗോ ഈസ് ആക്ടിങ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ വിച്ച് റൈസ് ടു എ മെച്യൂർ ആൻഡ് അഡാപ്റ്റബിൾ ബിഹേവിയർ. അപ്പം സൂപ്പർ ഈഗോ എന്ന് പറയുന്നതും നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം, സൊസൈറ്റി അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെ മോശമായിട്ട് കാണും. അങ്ങനെയുള്ള ചില ഐഡിയാസാണ് ഈ സൂപ്പർ ഈഗോ ഒരു മനുഷ്യരിൽ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കുറേ കൂടെ ഒരു ഡീസൻറ്റ് വേ ഓഫ് ഡീസൻറ്റ് പാർട്ട് ഓഫ് മൈൻഡാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഒരു മീഡിയേറ്ററായിട്ടാണ് എപ്പോഴും ഈഗോ നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തെന്ന് മാത്രം. സോ സൂപ്പർ ഈഗോ ഇസ് ദ പേഴ്സണാലിറ്റി സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് വാല്യൂസ്, legal and moral regulations and social expectations that neglect free expression of pleasure seeking behavior. അല്ലേ? അപ്പം ഫ്രീ എക്സ്പ്രഷൻ ഓഫ് പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ഒന്നും സൂപ്പർ ഈഗോ കാണിക്കാറില്ല. കാരണം സൂപ്പർ ഈഗോ എപ്പോഴും ഒരു കൺട്രോളിങ് ഫാക്ടറാണ്. അത് പെരുമാറുന്ന എപ്പോഴും എന്തിൻ്റെയൊക്കെ പേരിലാണ്? വാല്യൂസ്, ലീഗൽ ആൻഡ് മോറൽ റെഗുലേഷൻസ്, സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, ഇതിൻ്റെയൊക്കെ പേരിലാണ് സൂപ്പർ ഈഗോ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ 3 പാർട്ടാണ്. In other words, we can say super ego thus function opposite to id.
അപ്പോൾ ഈ ഇഡ് കാണിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സൂപ്പർ ഈഗോ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈഗോ ഇതിനെ രണ്ടുപേരെയും കൂടെ യോജിപ്പിച്ച് സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മൈൻഡിൻ്റെ പാർട്ടാണ് ഈഗോ. അപ്പം ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെ 3 പാർട്ട് ഒരു വ്യക്തിയുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്നുള്ള ഒരു അസംഷനും ഫ്രോയിഡിനുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു അസംഷനും കൂടെ ഉണ്ട്. അത് ഈ സ്ലൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. യു ക്യാൻ ലിസൺ ദാറ്റ് ഫ്രോയിഡ് ഹാസ് ഡിവൈഡഡ് മൈൻഡ് ഇൻ ടു 3 പാർട്സ്. അതായത് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. ഈ പറയുന്ന മനസ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ്, ഇങ്ങനെ 3 പാർട്ടായിട്ട്. ഈ 3 പാർട്ടും നമ്മൾ ചെറിയ കോൺഫ്ലിക്റ്റിലാണ് എപ്പോഴും. മനസ്സിലായോ? സോ ദ അൺകോൺഷ്യസ് അഫക്ട് ദ ഓൾ ത്രീ പേഴ്സണാലിറ്റി സ്ട്രക്ചേഴ്സ്, ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പിന്നെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ദോ എക്സ്റ്റെൻഡ് ത്രൂ ദ ലൈഫ് സ്പാൻ. The first 6 years of life determine an individual's long-term personality characteristics. അതായത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ നിങ്ങൾ പീഡിയാട്രിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഏനൽ സ്റ്റേജ് ഡെവലപ്മെൻറ്റ്, ഏനൽ ഓറൽ എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് സ്റ്റേജിൽ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആ ഒരു സ്റ്റേജ് ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ് നിലനിന്ന് പോകുന്നെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ആദ്യത്തെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു വ്യക്തിയുടെ ലൈഫ് ടൈം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അതും അദ്ദേഹത്തിൻ്റെ വേറൊരു അസംഷനാണ്. സോ ദ ഫസ്റ്റ് 6 years ഓഫ് ലൈഫ് ടൈം ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ലോങ് ടേം പേഴ്സണാലിറ്റി. മനസ്സിലായോ? അപ്പോൾ ഈ 4 അസംഷനുമാണ് മെയിൻലി ഫ്രോയിഡിനുണ്ടായിരുന്നത് സൈക്കോ അനാലിറ്റിക് തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അതായത് ഫസ്റ്റ് ഈസ് ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോസ്ഡ്, ദെൻ സെക്കൻഡ് ഈസ് all human behavior is driven by an energy called libido. Then personality has 3 hypothetical structures like id, ego and super ego. And again Freud has divided mind into 3 parts like conscious, unconscious and subconscious, which is having a mild conflict. Then another is the first 6 years of ലൈഫ് ടൈം ഡിറ്റർമിൻ ആൻ ഇൻഡിവിജ്വൽസ് ലോങ് പേഴ്സണാലിറ്റി. ഈ 4 അസംഷൻ അല്ല 5 അസംഷൻസിൻ്റെ പേരിലാണ് സൈക്കോ അനാലിറ്റിക് തിയറി ഡെവലപ്പ് ചെയ്തത്. ഇനി സൈക്കോ അനാലിറ്റിക്കൽ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കോ അനാലിറ്റിക് പ്രോസസ്സിനകത്ത് പറയുന്നത് ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഒരു സൈക്കോ അനാലിറ്റിക് പ്രോസസ്സ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ദിസ് ഈസ് ഫോർ റീകൺസ്ട്രക്ഷൻ ഓഫ് പേഴ്സണാലിറ്റി. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, അത് ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് ഫാക്ടർ ഫോർ ഡിസീസ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയണം ആസ് എ തെറാപ്പി. പിന്നെ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഡൺ, ഈ പറയുന്ന സൈക്കോ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ ഫ്രീ അസോസിയേഷൻ ആൻഡ് ഡ്രീം അനാലിസിസ്. ഈ 2 പ്രക്രിയയിൽ കൂടെയാണ് സൈക്കോ അനാലിറ്റിക്കൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് ഫ്രീ അസോസിയേഷൻ ഈസ് ദ വെർബലൈസേഷൻ ഓഫ് തോട്ട്. അതായത് ഒരു വ്യക്തിയുടെ വെർബലൈസേഷൻ ഓഫ് തോട്ട്, അതായത് അയാളുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം അയാൾ സംസാര രീതിയിൽ വെളിയിൽ വിടുക, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ വെളിയിൽ വിടുന്നതിനാണ് ഈ ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ് സൈക്കോ പ്രോസസ്സിലെ ഒരു ഫാക്ടർ അതാണ്. അതായത് ഫ്രീ അസോസിയേഷൻ ഈസ് ദ വെർബലൈസേഷൻ ഓഫ് തോട്ട് ആസ് ദേ ഒക്കർ വിതൗട്ട് എനി കോൺഷ്യസ് സ്ക്രീനിങ്. അതായത് ഒരു വ്യക്തിയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തെല്ലാം പറയുന്നോ, മനസ്സിലുള്ള എന്തെല്ലാം വെളിയിലേക്ക് സംസാരത്തിൽ കൂടെ കൊണ്ടുവരുന്നോ, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പറയുന്ന എന്തെല്ലാമാണ്, അതിനാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും റെസ്ട്രിക്ഷൻ പാടില്ല. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാം അയാൾ വെളിയിലേക്ക് കൊണ്ടുവന്ന് സംസാരത്തിൽ കൂടെ കൊണ്ടുവരണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്രീ അസോസിയേഷൻ. സെക്കൻഡ് ഈസ് ഡ്രീം അനാലിസിസ്. ഈ ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ അനാലിസിസ് ഓഫ് ദി പേഷ്യൻസ് ഡ്രീം വിച്ച് സിംബോളിക്കലി കമ്മ്യൂണിക്കേറ്റ് ഏരിയാസ് ഓഫ് ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തി കാണുന്ന സ്വപ്നങ്ങളെ അനലൈസ് ചെയ്താൽ അത് കണ്ടുപിടിക്കാവുന്നതാണ് ഡ്രീം അനാലിസിസ് എന്നുള്ള പ്രക്രിയയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഡ്രീം അനാലിസിസ് ഹെൽപ്സ് ടു റിവീൽ ദ ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പുമാണ് സൈക്കോ അനാലിസിസ് പ്രോസസ്സിൽ ഫ്രോയിഡ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്രീ അസോസിയേഷൻ or verbalization of thought without any restriction, then dream analysis, that is the analysis of an individual dream which may reveal intrapsychic conflict. ഓക്കെ, ഇനിയും അപ്പം എന്താണ് അതിനകത്ത് പ്രോസസ്സ് മനസ്സിലായല്ലോ.
സൈക്കോ അനാലിസ്റ്റിക്കൽ തിയറിയിലെ. ഓക്കെ, പിന്നെ അടുത്തത് ഇനിയും ഇതെങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ നേഴ്സസ്. അതായത് ഈ പറയുന്ന അനാലിസിസ് നേഴ്സസിനെ മാത്രമല്ല, ആ പേഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരെയും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം അതിനകത്ത് ഒരു സൈക്കാട്രിക് ടീമിലെ ഡോക്ടേഴ്സ് കാണാം, അല്ലെങ്കിൽ സൈക്കാട്രിക് നേഴ്സ് കാണാം, വേറെ തെറാപ്പിസ്റ്റുകളൊക്കെ കാണാം. ഈ തെറാപ്പിസ്റ്റുകൾക്കെല്ലാം അവരുടേതായ റോൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നേഴ്സസിനും റോളുണ്ട്. ഈ നേഴ്സസിനെ അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, it helps the nurse or mental health nurse to understand the psychopathology. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൈക്കോ അനാലിസിസ് നടക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് ഈ പേഷ്യൻ്റ് മനോരോഗം ഉണ്ടാകാനുള്ളത് കാരണമെന്ന് എങ്ങനെയാണ് സിംറ്റംസ് ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പറയുന്നത് സൈക്കോപത്തോളജി. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെസ് റിലേറ്റഡ് ബിഹേവിയർ. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആണോ, അല്ലെ എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് കാരണങ്ങൾ കൊണ്ടാണോ ഈ ബിഹേവിയർ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ സ്ട്രീം അനാലിസിസ് കൂടെയും അല്ലെങ്കിൽ ഫ്രീ അസോസിയേഷനിൽ കൂടെയും സൈക്കോ അനാലിസിസ് നടത്തുമ്പോൾ. ഓക്കെ, പിന്നെ ടു എക്സ്പ്ലോർ ദ മീനിങ് ബിഹൈൻഡ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് ഓരോ വ്യക്തിയുടെയും ബിഹേവിയറിൻ്റെ പുറകിൽ എന്താണ് കാരണങ്ങൾ, അല്ലെങ്കിൽ വൈ ഹി ബിഹേവ്ഡ് ലൈക്ക് ദാറ്റ് എന്ന് മനസ്സിലാക്കാനും ഈ പറയുന്ന സൈക്കോ അനാലിസിസ് തിയറി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ആപ്ലിക്കേഷൻ ടു നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് എന്താണ് സൈക്കോ അനാലിസിസ് തിയറി എന്ന് പഠിച്ചു, അത് ആരാണ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് ഫ്രോയിഡ് ഇതിനുള്ള ഒരു തിയറി ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അസംഷൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വാട്ട് ഈസ് സൈക്കോ അനാലിസിസ് പ്രോസസ്സ് എന്ന് പഠിച്ചു, അല്ലേ. ആ സൈക്കോ അനാലിസിസ് പ്രോസസ്സിൽ കൂടെ അതിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ഹൗ ഇറ്റ് ഹെൽപ്സ് ദ നേഴ്സ് to give care for the patient, to analyze the behavior of the patient എന്നും പഠിച്ചു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ സൈക്കോ അനാലിസിസ് തിയറിയിലുള്ള. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ അനലൈസ് ചെയ്ത് ആ വ്യക്തിയുടെ അബ്നോർമൽ ബിഹേവിയറിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനും അത് ആ അസസ്മെൻറ്റിൽ കൂടെ എന്തൊക്കെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സൈക്കോ അനാലിസിസ് തിയറി ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ നഴ്സസ് ടു മെയിൻറ്റെയിൻ ദ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ടു പ്രിവെൻറ്റ് മെൻ്റൽ ഇൽനെസ് ആൻഡ് ടു give counseling, suggestion, etc. to maintain the good behavior of an individual.